ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൽമുൽ കലാമിനെ കുറിച്ചുള്ള ചർച്ചയാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. ഇൽമുൽ കലാം എന്താണ്, അതിൻ്റെ അർത്ഥം, ആശയങ്ങൾ എന്താണ്, അതിൻ്റെ ഒറിജിനും അതുപോലെ തന്നെ ഈ ആധുനിക ലോകത്തിലുള്ള സ്കോപ്പ് എന്താണ് എന്ന തരത്തിലുള്ള ചർച്ചയാണ് അതിൻ്റെ ആദ്യമുള്ളത്. പിന്നീട് ഈ ഒരു വിഷയത്തിലെ പ്രമുഖമായ ഗ്രൂപ്പുകളെക്കുറിച്ചുള്ള സ്കൂൾ ഓഫ് തോട്ടുകളെക്കുറിച്ചുള്ള ഒരു ചർച്ചയുമുണ്ട്. ഇതാണ് അതിലെ പ്രധാനപ്പെട്ട ഭാഗം. അതിൽ അവസാനമുള്ളത് ഇൽമുൽ കലാമിലെ മുഅ്തസിലി, അശ്അരി, മാതുരീദി അടക്കമുള്ള പഴയ ഗ്രൂപ്പുകളെക്കുറിച്ചിട്ടുള്ള ചർച്ചകളാണ് അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം. ഇൽമുൽ കലാം എന്നത് സ്വാഭാവികമായി നമുക്കറിയാം, പലവിധ ചർച്ചകളിലൂടെ നമുക്ക് പരിചയമുള്ള ഒരു പദപ്രയോഗമാണ്. ഇസ്ലാമിക് സ്റ്റഡീസ് ചർച്ചകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈജ്ഞാനിക ശാഖകളിൽ ഒന്നാണ് ഇൽമുൽ കലാം എന്ന് പറയുന്നത്. ഈ കലാം എന്ന് എവിടെ നിന്നാണ് ഈ പേര് വന്നത് എന്ന് പറയുന്ന ഒരു ചർച്ച ഉണ്ട്. ഒന്നാമത് അതിൽ കലാമുമായി ബന്ധപ്പെട്ട അതായത് ഖുർആനുമായി തന്നെ ബന്ധപ്പെട്ട വിഷയമാണ് എന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു ആശയതലം അതിനുണ്ട് എന്ന് പറയുന്നത്. കാരണം ഖൽഖുൽ ഖുർആനെ പോലുള്ള ഖുർആൻ സൃഷ്ടിവാദം പോലുള്ള ചർച്ചകൾ ശക്തമായിരുന്ന കാലഘട്ടത്തിലായിരുന്നല്ലോ ഇതിൻ്റെയൊക്കെ ഒരു തുടക്കമുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് ഇൽമുൽ കലാം എന്ന് പറയുന്ന ഒരു പേരാണ് വന്നത് എന്ന് പറയുന്ന ഒരു വിശദീകരണമുണ്ട്. അതാണ് കൂടുതൽ പ്രബലമായ വിശദീകരണം. അതല്ലാതെ മറ്റൊരു വിശദീകരണം, സാധാരണ ഈ ഒരു ചർച്ചയിൽ ഇടപെടുന്നവരുടെ സംസാരവും അവരുപയോഗിക്കുന്ന ആർഗ്യുമെൻറ്റ്സിനെയും കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ ഒരു കലാം, അവരുടെ വർത്തമാനം എന്നുള്ളൊരു അർത്ഥത്തിൽ ഇതിന് ഇൽമുൽ കലാം എന്ന് പറയുന്ന ഒരു പദപ്രയോഗം വന്നിട്ടുണ്ട്. അതല്ലാതെ മൂന്നാമതൊരു വ്യാഖ്യാനവും ഈ പദത്തിൻ്റെ ഒറിജിനുമായി ബന്ധപ്പെട്ടത്, സാധാരണ ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന 90% മുത്തക്കല്ലിമുകൾ അവർ അൽ കലാമു ഫി ഹാക്കദ എന്നൊക്കെ രീതിയിൽ ഇതിലുള്ള കലാം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരമായി എഴുതുന്ന ഒരു രീതി ഉണ്ടായിരുന്നത്രേ. എന്നതുകൊണ്ടാണ് ഇതിന് ഇൽമുൽ കലാം എന്ന് പറയുന്ന ഒരു ആശയം രൂപപ്പെട്ടതെന്നും ഒരു അർത്ഥമുണ്ട്. സ്വാഭാവികമായും ഈ സലഫുസ്സാലിഹീങ്ങളുടെ കാലത്ത്, പ്രത്യേകിച്ച് താബിയുടെ കാലത്തും ഹസൻ ബസരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണല്ലോ ഇത് ഒരു തുടക്കം കുറിക്കുന്നത് തന്നെ. വാസിബിലിൻ അത്ത എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു. അദ്ദേഹം സദസ്സിലിരിക്കെ മുർജിയയുടെയും ഖവാരിജിനെയും കുറിച്ചുള്ള ചർച്ചകൾക്കിടയിൽ അതിൻ്റെ ഡിഫറൻസ് എന്ത് എന്ന് പറയുന്ന ഒരു വിഷയം ചർച്ച നടക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറയുന്ന ഭാഗമുണ്ട്. അതായത് ഈ അക്ബറുൽ കബായർ കുറ്റം ചെയ്യുന്നവരെല്ലാം അവർ ഫാസിഖാണ്, അവർ കാഫിറല്ല എന്ന തരത്തിലുള്ള ഒരു അഭിപ്രായം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു ചർച്ചയിൽ നിന്നും തുടങ്ങിയ പിന്നീട് വാസിമുന്നത്ത മാറിയിരിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ യതസല അന്ന എന്ന് പറയുന്ന പദപ്രയോഗത്തിൽ നിന്നാണ് ഈ മുഅ്തസില മാറി നിൽക്കുന്നവർ എന്നുള്ള, അല്ലെങ്കിൽ പോയവർ എന്നുള്ളൊരർത്ഥത്തിലേക്കൊക്കെ അത് പിന്നീട് ആ മാറി നിന്നതിൽ നിന്ന്, പിരിഞ്ഞു പോയവരിൽ നിന്ന് ആ ഒരു പദത്തിൽ നിന്നൊരു വലിയൊരു ആശയ വിഭാഗം തന്നെ രൂപപ്പെടുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ് എന്ന് പറയുന്ന ചരിത്ര വായനകളൊക്കെ ഉണ്ട്. അത് നമുക്ക് നന്നായിട്ടറിയാവുന്നതാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇസ്ലാമിക ലോകത്തെ വൈജ്ഞാനിക ചർച്ചകൾ, പ്രത്യേകിച്ച് നമുക്കറിയാം ഖുർആനിലെ ആയത്തുകൾ മുഹ്കമാത്തും മുത്തശാബിഹാത്തുകളുമാണ്. വളരെ വ്യക്തമായ വിധികളുള്ള, ഡയറക്റ്റ് കാര്യങ്ങൾ സംസാരിക്കുന്ന, വിധികൾ സംസാരിക്കുന്ന, നിയമങ്ങൾ സംസാരിക്കുന്നതിലെ മുഹ്കമാത്തുകളും അള്ളാഹുവിൻ്റെ പോലുള്ള ഈ ആഖിറത്ത്, പടച്ചവൻ, മലക്കുകൾ, ജിന്ന്, ഇങ്ങനെയുള്ള അദൃശ്യമായ മെറ്റാഫിസിക്കലായ വർത്തമാനങ്ങൾ പറയുന്ന അതുമായി ബന്ധപ്പെട്ട 90% കാര്യങ്ങളും അതിനെ മുത്തശാബിഹാത്തും എന്ന് പറയുന്ന തരത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമിക ലോകത്തെ 90% പണ്ഡിതന്മാർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന പണ്ഡിതന്മാരും അതല്ലാത്തവരും, ഇപ്പോൾ മാതുരീദി വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിലും 90% പണ്ഡിതന്മാർ ആ കാര്യത്തിലേക്ക് ചർച്ചയുടെ ആവശ്യമില്ല, എന്താണോ പറയുന്നത് അതങ്ങനെ തന്നെ സ്വീകരിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു നിരീക്ഷണം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇവർ ചെയ്തത് അതിനെയും കൂടി സംസാരിക്കുന്ന തരത്തിലേക്ക്
ഒരു ചിന്തയെ കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ മുസ്ലിം ലോകത്തുണ്ടായിട്ടുണ്ട്. അതിന് പല പശ്ചാത്തലങ്ങളുണ്ട്. ഒന്നാമത്തത് ഈ പറയുന്ന അതിൻ്റെ മുസ്ലിം ലോകത്ത് പ്രത്യേകിച്ച് അബ്ബാസി കാലഘട്ടത്തിൻ്റെ സമയത്ത് ഒരുപാട് വൈജ്ഞാനിക വ്യവഹാരങ്ങൾ മുസ്ലിം ലോകത്ത് ഇടപെടുകയും ഇന്ത്യൻ, പേർഷ്യൻ, ഗ്രീക്ക് അടക്കമുള്ള വിവിധ ചിന്താധാരകൾ, ഫിലോസഫികൾ മുസ്ലിം ലോകത്ത് സ്വാധീനം ചെടിയും ചെയ്തതും ഇതിൻ്റെ ഈ പറയുന്ന വിഷയങ്ങളിലേക്ക് ഖുർആനികമായിട്ടുള്ള ഇങ്ങനെ മുത്തശാബിഹാത്തുള്ള വിഷയങ്ങളിൽ ലോജിക്കിനും റേഷണലും അതുപോലെ തന്നെ റീസണിങ്ങും ഉപയോഗിച്ചുകൊണ്ട് കാര്യത്തെ ഡീൽ ചെയ്യുന്ന ഇങ്ങനെയുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന വായനകൾ രൂപപ്പെട്ടതും ഇതിൻ്റെ ഒരു വ്യാപനത്തിനും വളർച്ചയ്ക്കും കാരണമായിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആ ഒരു സാഹചര്യത്തിലാണ് നേരത്തെ പറഞ്ഞതുപോലെ താബികളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ വിശദീകരിക്കുകയുണ്ടായിട്ടില്ല. പിന്നീടാണ് ഈ ഖവാരിജുകളുടെ രംഗപ്രവേശം. അവർ അൽ-അംറു ബിൽ മഅറൂഫ് വന്നഹ്യി അനിൽ മുൻകറിനെ കുറിച്ചുള്ള ചർച്ചകൾ, അവർ ആര് കുറ്റം ചെയ്തോ അവരൊക്കെയും അത് കബായിറാവട്ടെ അല്ലെങ്കിൽ സഗായിറാവട്ടെ, ചെറുതോ വലുതോ ആവട്ടെ, എന്ത് കുറ്റം ചെയ്താലും അതിനെല്ലാം ഒരുപോലെ ശിക്ഷ കൊടുക്കണമെന്ന് വാദിക്കുന്നതും, അതുപോലെ തന്നെ ആയത്തുകളെ വളരെ യുക്തിയോടുകൂടി വിശദീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതും അവരുടെ ഒരു വീക്ഷണഗതി മുന്നോട്ട് വെക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടാവുന്നതൊക്കെയും ഇതിനൊരു വലിയ കാരണമായി മാറിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ കൂടെ തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ ഖദറിനെ കുറിച്ചിട്ടുള്ള, ഫ്രീ വില്ലിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ, ജബർ, ഇഖ്തിയാർ എന്ന് പറയുന്ന ചർച്ചകൾ ശക്തമായതും ഈ ഒരു വായന, ഇങ്ങനെയുള്ളൊരു ചിന്താ രീതികളെ മുസ്ലിം ലോകത്ത് വ്യാപിക്കാൻ കാരണമായിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇൽമുൽ കലാമിൻ്റെ ചർച്ച ഈ അബ്ബാസി കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ മൂർധന്യമാവാൻ കാരണം എന്നതിനെക്കുറിച്ചാണ് പറയണത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഉദാഹരണം ഈ പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന പടച്ചോൻ ഓൾറെഡി തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഫ്രീ വില്ലിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ജബരിയ വാദം അല്ലെങ്കിൽ ജഹമിയ വാദം ശക്തമാവുന്നത് ആ ഒരു കാലമുണ്ടായിരുന്നു. അതിന് നേരെ എതിരായിട്ട് അങ്ങനൊന്നുമല്ല, നമുക്ക് ഫ്രീ വില്ലുണ്ട് എന്ന് പറയുന്ന ഖദരിയ വാദം, ഖാദിരിയയും ഖദരിയയും ഉണ്ട്. നമ്മൾ മിക്സാക്കി മനസ്സിലാക്കരുത്, കൺഫ്യൂസ് ആവരുത്. ഖാദിരിയ ത്വരീഖത്താണ്, സൂഫി ത്വരീഖത്താണ്, അബ്ദുൽ ഖാദർ ജീലാനിയുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഖദരിയ ആണ്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ അഷ്അരി മദ്ഹബ് ഏകദേശമൊക്കെ ഖദരിയ ഫ്രീ വില്ലിനെ അംഗീകരിക്കുന്ന ഒരു ഭാഗമായി മാറി. അതുപോലെ തന്നെ ജബരിയ പോലുള്ള ഗ്രൂപ്പുകൾക്ക് ഈ മുഅ്തസിലി ചിന്താധാരകൾ ഒരു പിന്നാമ്പുറം എന്ന നിലയിൽ, ബാക്ക്ഗ്രൗണ്ട് എന്ന നിലയിൽ ജബരിയ ഗ്രൂപ്പുകളും മുസ്ലിം ലോകത്ത് ശക്തമായിട്ടുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വിവിധ ഫിലോസഫികൾ മുസ്ലിം ലോകത്ത് ശക്തമാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ ഈ എന്തുകൊണ്ട് മുഅ്തസിലി ഗ്രൂപ്പുകൾ പൊങ്ങി വന്നു എന്ന് പറയുന്നൊരു ചോദ്യം കൊണ്ട്, എന്തുകൊണ്ടാണ് അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് കലാം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചതെന്ന് പറയുന്നതിന് ചില ചരിത്രകാരന്മാർ മുന്നോട്ട് വെക്കുന്ന പോയിൻ്റ്, ഈ ക്രിസ്ത്യൻ, ജൂസ്, സാബിയൻ, പാഗൻ പോലുള്ള പലവിധ ശാസ്ത്രപരമായ ചർച്ചകൾ മുന്നോട്ട് വെച്ചപ്പോൾ ഇസ്ലാമിനെ പ്രതിരോധിക്കുക എന്നുള്ള അർത്ഥമായിരുന്നു എന്ന അർത്ഥത്തിലാണ് അവർ ഈ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് എന്ന് പറയുന്നൊരു വായനയും കൂടിയുണ്ട്. ഉദാഹരണം, അള്ളാഹുവിൻ്റെ കലാമാണെന്ന് പറയുമ്പോൾ ആദിയിൽ അവനുണ്ടായിരുന്നു, അവൻ്റെ കൂടെ വചനവും എന്ന് പറയുന്ന ബൈബിൾ വചനത്തോട് സാദൃശ്യം വരുന്ന രീതിയിൽ, അവൻ്റെ കൂടെ മറ്റൊരു എൻറ്റിറ്റിയും ഉണ്ട് എന്ന് പറയുന്ന സാദൃശ്യം വരുന്ന രീതിയിൽ കലാമും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന വായനയിൽ നിന്ന് അള്ളാഹുവിൻ്റെ കലാം അവൻ്റെ സൃഷ്ടിയാണ് എന്ന് പറയുന്ന വായനയിലേക്ക് എത്തി. അതൊരു ഇസ്ലാമിൻ്റെ ഡിഫെൻസീവായ സ്വഭാവത്തിൽ നിന്ന് രൂപപ്പെട്ടതാവണം എന്ന് പറയുന്ന വായനയും കൂടിയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലൊക്കെയാണ് ഈ മുഅ്തസിലി വായനകളും അതേപോലുള്ള ബാക്കിയുള്ള ഈ രീതിയിലുള്ള ദൈവതത്വശാസ്ത്രപരമായ സ്കൂൾ ഓഫ് തോട്ടുകളും മുസ്ലിം ലോകത്ത് സജീവമാവുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ജബർ, ഇഖ്തിയാർ എന്ന് പറയുന്ന പ്രീ ഡെസ്റ്റിനേഷനും എല്ലാം മുന്നേ തീരുമാനിച്ചു എന്ന് പറയുന്നതും, അതല്ല ഫ്രീ വില്ലുണ്ടെന്ന് പറയുന്ന ഇഖ്തിയാർ കൺസെപ്റ്റുകളും അത് നേരെ കണക്ട് ചെയ്യപ്പെട്ടത് പിന്നീട് നമുക്കറിയാവുന്ന ഖളാ, ഖദർ പോലുള്ള വിഷയങ്ങളിലേക്കാണ്. അതിൻ്റെ ചർച്ചയിൽ നിന്ന് പിന്നീട് അത് നീതിയുടെ, അതായത് ഡിവൈൻ ജസ്റ്റിസ്, പടച്ചവനെല്ലാവർക്കും ഒരുപോലെ നീതി കൊടുക്കുന്നവനാണ് എന്ന് പറയുന്ന ആശയത്തിലേക്ക് അത് വലുതായി. അതിൽ നിന്ന് പിന്നീട്
വീണ്ടും നന്മയും തിന്മയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്കും അതിൻ്റെ ശിക്ഷകളിലേക്കും അത് പടച്ചോൻ്റെ പ്രതിഫലങ്ങളും ശിക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കും വലുതാവുകയും അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ചർച്ച പിന്നീട് ഈ റീസണിങ്ങിൻ്റെയും അതുപോലെ തന്നെ റേഷണലും റീസണിങ്ങും യുക്തി, ഈ ബൗദ്ധികത ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഒരു വാലിഡിറ്റി, വിഷയങ്ങളുടെ ഒരു വാലിഡിറ്റി കൈകാര്യം ചെയ്യുന്ന വിഷയത്തിലേക്ക് അത് വലുതാവുകയും അത് പിന്നീട് ഡിവൈൻ വിസ്ഡം, എല്ലാത്തിനും അള്ളാഹുവിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും പുറകിൽ അള്ളാഹുവിനൊരു ഹിക്മത്തുണ്ട് എന്ന് പറയുന്ന ചർച്ച പൊങ്ങി വരികയും ആ ഒരു ചർച്ച പിന്നീട് യൂണിറ്റി ഓഫ് ഒരു അള്ളാഹുവിൻ്റെ ദൈവികപരമായ എല്ലാ കാര്യത്തിലും ഒരു ഏകതയുണ്ട്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സിഫത്തുകളെക്കുറിച്ചുള്ള വിഷയങ്ങളിലേക്കും ഇത് വിശാലമായി മാറിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ പിന്നീട് ഈ പറയുന്ന മുഅ്തസിലി, അശ്അരി, മാതുരിദി പോലുള്ള ഫിലോസഫികൾ, ഈ ദൈവതത്വശാസ്ത്രപരമായ ഡയലക്റ്റിക്സുകൾ മുസ്ലിം ലോകത്ത് ശക്തമായത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ മുഅ്തസില ഗ്രൂപ്പിനെ കുറിച്ച് സംസാരിക്കുന്നത്. നേരത്തെ പറഞ്ഞ അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം ഞാൻ നേരത്തെ പറയുകയുണ്ടായി. ഇവർ സ്വയം അഹ്ലു തൗഹീദ് വൽ അദ്ൽ, തൗഹീദിൻ്റെയും അദ്ലിൻ്റെയും ആൾക്കാർ എന്നാണ് അവർ സ്വയം അതിനെ വിശദീകരിക്കുന്നത്. ഇതിന് ഖുർആൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ അതേപോലെ തന്നെ അഖലിൻ്റെയും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ചർച്ചകളാണ് ഈ പറയുന്ന വിഭാഗങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ വന്നത് എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതൊരു ഡിഫെൻസീവ് സ്വഭാവം അവരതിന് മുന്നോട്ട് വെച്ചിരുന്നത് കൊണ്ടാവണം ഈ ഒരു ചർച്ചയിലേക്ക് അവരെത്തുന്നത് എന്ന് പറയുന്നൊരു ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുകയുണ്ടായി. ഇവരുടെ പ്രധാന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ നമുക്ക് സംസാരിക്കാം. ഒന്ന് തൗഹീദാണ്. അതായത് ഒരു തരത്തിലുമുള്ള പ്ലൂരാലിറ്റിയും ഒരു പങ്കുകാരനുമില്ലാത്ത, ഒരു വൈവിധ്യവുമില്ലാത്ത, ഒരു തരത്തിലുള്ള ആട്രിബ്യൂട്ട്സും എല്ലാ തരത്തിലുമുള്ള ഒരു പങ്കുചേരലുമില്ലാത്ത പരിപൂർണമായ അള്ളാഹുവിൻ്റെ തൗഹീദ് എന്ന് പറയുന്ന ഒരാശയം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കൂടെ മറ്റൊരു എൻറ്റിറ്റി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കലാം അള്ളാഹുവിൻ്റെ കൂടെ ഉണ്ടാവാൻ പാടുള്ളതല്ല. അത് എന്താ ഉണ്ടാവണം? അത് ക്രിയേറ്റഡ് ആവണം, അത് പിന്നീട് ജനിക്കപ്പെട്ടതാവണം, സൃഷ്ടിക്കപ്പെട്ടതാവണം എന്ന കൺസെപ്റ്റ്. അത് ഈ ഒരു വിഷയത്തിൽ നിന്നാണ് അത് ഉണ്ടാവുന്നത്. രണ്ടാമത് അവർ മുന്നോട്ട് വെച്ച ഡിവൈൻ ജസ്റ്റിസാണ്, അദ്ൽ എന്ന് പറയുന്ന ജസ്റ്റിസാണ്. അതിൽ അവർ മുന്നോട്ട് വെക്കുന്നത് അള്ളാഹു തൻ്റെ സൃഷ്ടികളെ ഒരു കാര്യത്തിലും അള്ളാഹു സപ്രസ് ചെയ്യുകയില്ല എന്ന് പറയുന്നൊരു പൊതു നിയമം അവർ അതിനോട് മുന്നോട്ട് വെച്ചു. അതുകൊണ്ട് അള്ളാഹു ശിക്ഷിക്കുകയില്ല. ഏതെങ്കിലും ഒരാൾ കുറ്റം ചെയ്തു പോയാൽ അതിൻ്റെ പേരിൽ ശിക്ഷിക്കുകയില്ല, അതിനൊരു ഓപ്ഷൻ മുന്നോട്ട് വെക്കും എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അവർ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അൽ വഅദ് വൽ വഈദ് എന്ന് പറയുന്ന ഒരു വിഷയം, അതായത് ഒബീഡിയൻ്റായ ഒരാൾക്ക് അള്ളാഹു റിവാർഡ് കൊടുക്കുകയും അതുപോലെ തന്നെ ആസിയായ തെറ്റി നടക്കുന്ന, വഴിതെറ്റി പോകുന്ന അങ്ങനൊരാൾക്ക് അള്ളാഹു പണിഷ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യും. ഇവർക്ക് വേറൊരു തരത്തിലുമുള്ള മോചനം അള്ളാഹു കൊടുക്കുകയില്ല. ഇനി അവർ മോചനം കൊടുക്കുന്നത് തൗബ ചെയ്താൽ മാത്രമേ അവർക്ക് മോചനം ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ശിക്ഷ എല്ലാ കാലത്തേക്കുമായി അവർ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുന്ന ഒരു ചിന്ത മുഅ്തസിലി ഗ്രൂപ്പുകൾ മുന്നോട്ട് വച്ചിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ നാലാമത്തെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റ്, ഇവർ അൽ മൻസിലത്ത് ബൈനൽ മൻസിലത്തൈൻ എന്ന് പറയുന്ന ഒരു പൊസിഷനാണ്. അതായത് ഫാസിഖ്, ഒരാൾ ഒരു കബായിർ കുറ്റങ്ങളൊക്കെ ചെയ്താൽ അവൻ അങ്ങനെയുള്ളൊരു ഫാസിഖ് അവൻ മുഅ്മിനുമാവുകയില്ല, അവൻ കാഫിറുമാവുകയില്ല. സ്വാഭാവികമായും ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിൽ അക്ബറുൽ കബായറൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് കുഫറിലേക്ക് നയിക്കുന്ന കാര്യമാണെന്ന് ഒക്കെയാണല്ലോ ഹദീസിലെയും അഹ്ലുസുന്നത്തിൻ്റെയും വർത്തമാനങ്ങൾ കൂടുതൽ പ്രകടമാവുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇവർ പറയുന്നത് ഫാസിഖയാവുകയുള്ളൂ, ഇയാൾ ഇങ്ങനെ ചെയ്യുന്ന ആൾ മുഅ്മിനോ അല്ലെങ്കിൽ കാഫിറോ ആവുകയില്ല. ആ ഒരു നടുക്കായിരിക്കും ബൈനൽ മൻസിലത്തൈൻ എന്ന പൊസിഷനാണ് അവർ അതിൽ മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് അവർ മുന്നോട്ട് വെക്കുന്നത് അൽ അംർ ബിൽ മഅറൂഫ് വൻ നഹ്യി അനിൽ മുൻകർ എന്നതുമായി ബന്ധപ്പെട്ട പ്രധാന ചർച്ചകളാണ്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, അൽ അംർ ബിൽ മഅറൂഫ് വൻ നഹ്യി അനിൽ മുൻകറിൻ്റെയും ഖവാരിജികൾ സ്വീകരിച്ചിരുന്നത് ചെറുതും വലുതുമായ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എല്ലാത്തിനും ഒരുപോലെ ശിക്ഷ കൊടുക്കേണ്ടതാണ്, അവരെ തള്ളിക്കളയേണ്ടവനാണ് എന്നൊക്കെ പറയുന്ന കാഴ്ചപ്പാടുകളാണ് അവർ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് അലി റളിയല്ലാഹു അൻഹുവിനെയും അംർ ബിൻ ആസിനെയും മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെയും
മുആവിയ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ അവർ തീരുമാനിച്ചത്. കാരണം അവർ പാപം ചെയ്തവരാണ് എന്ന് പറയുന്നത്, അതുകൊണ്ട് അവർക്ക് ശിക്ഷ കൊടുക്കേണ്ടവരാണ് എന്ന് പറയുന്ന ആ വാദം അവർ മുന്നോട്ട് വെച്ചത് ആ ഒരു സാഹചര്യത്തിലാണ്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ മുഅ്തസിലികൾ മുന്നോട്ട് വെച്ച ഒരു കാര്യം, അതായത് അമ്ർ ബിൽ മഅറൂഫ് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും, പക്ഷേ ആ ഒരു എല്ലാ കാര്യങ്ങൾക്കും ചിലപ്പം ഭരണകൂടം ഇടപെടാൻ കഴിയുകയില്ല. സാധാരണ മനുഷ്യന്മാർക്കും അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ എന്നാൽ ഒരു ഭരണകൂടം എന്തെങ്കിലും ചെയ്തു തന്ന ഭരണകൂടത്തിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വിഷയം മുന്നോട്ട് അവരുടെ ഈ എന്തെങ്കിലും വലിയ കുഴപ്പങ്ങൾ ചെയ്തു വെച്ചാൽ ഭരണകൂടത്തിനെതിരെ സംസാരിക്കാമെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് അവർ മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹം അൽ-അമ്ർ ബിൽ മഅറൂഫ് വനഹി അനിൽ മുൻകറിൻ്റെ ഒരു മൂർധന്യ രൂപം എന്ന നിലയിൽ ഭരണകൂടത്തിനെതിരെ സംസാരിക്കാൻ പറ്റുന്നത് അൽ-അമ്ർ ബിൽ മഅറൂഫ് വനഹി അനിൽ മുൻകറിൻ്റെ മനസ്സുകൊണ്ടും നാക്കുകൊണ്ടുമാണ് അവരോട് സംസാരിക്കേണ്ടത്. അതായത് ഒരു ഉപദേശ സ്വരങ്ങളിലൂടെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ആയുധം കൊണ്ടുള്ള ആംഡ് റിബലിയൻ അല്ല അവരിലേക്ക് നടത്തേണ്ടതെന്നുള്ള അഹ്മദ് ബിൻ ഹംബലിൻ്റെ റളിയല്ലാഹു അൻഹുവിൻ്റെ കാഴ്ചപ്പാടുകൾ ഇവർക്കെതിരെ ഉള്ള ഒരു അഭിപ്രായമായിരുന്നു ആ ഒരു വിഷയത്തിൽ. അതുപോലെ തന്നെ മുഅ്തസിലികൾ ഈ ഇങ്ങനെയുള്ള ഒരു വിഷയത്തിൽ, അതായത് ഒരു സ്റ്റേറ്റ് അൺലാഫുള്ളായ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുകയും അതുപോലെ തന്നെ അവർ സ്റ്റേറ്റ് വളരെയധികം മർദ്ദക നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവർക്കെതിരെ ഒരു ആയുധപരമായ റിവോൾട്ട് നടത്താൻ പറ്റുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതേപോലെ തന്നെ ആ ഒരു കാഴ്ചപ്പാട് അവർ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഭരണകൂടം ഒപ്രസീവ് ആവുക, അതുപോലെ തന്നെ ഇസ്ലാമിക വിരുദ്ധമായ നിലപാടിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആയുധമെടുക്കാമെന്ന് പറയുന്നത്. അതിന് മറുപടി എന്ന നിലയിലാണ് അഹ്മദ് ബിൻ ഹംബൽ ഭരണകൂടത്തെ നിലനിർത്തുന്നതിൻ്റെ കാര്യത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചത്. ഇതാണ് അമ്ർ ബിൽ മഅറൂഫുമായി ബന്ധപ്പെട്ട ഇവരുടെ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പ്രീ എറ്റേണിറ്റി എന്നത് പറയുന്നത് ഈസ് ലിമിറ്റഡ് ടു ഗോഡ്. പ്രീ എറ്റേണിറ്റി എന്ന് വെച്ചാൽ എല്ലാ കാലത്തേക്കും നമ്മൾ പറയുമല്ലോ, ആദ്യവും അന്ത്യവും എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹു അല്ലാത്തതെല്ലാം നശിക്കുമെന്ന് പറയുന്ന കാഴ്ചപ്പാട് ഈ ഒരു വിഷയത്തിൽ മുന്നോട്ട് വച്ചിരുന്നു. ഇങ്ങനെ വിവിധ കാര്യങ്ങളെ അവർ ഈ മുഅ്തസിലികളുടെ ചിന്താധാരകളിൽ നമുക്ക് ഇതിന് കൂടുതൽ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു ചർച്ചകൾക്കിടയിലാണ് മുർജിഅ എന്ന് പറയുന്ന ഗ്രൂപ്പുകളും അതിൻ്റെ ഇടയിൽ പൊങ്ങി വന്നത്. അതായത് ആ ഒരു ഗ്രൂപ്പും ഇതിൻ്റെ ഇടയിൽ പൊങ്ങി വന്ന മറ്റൊരു സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ഒരു ഭാഗമാണ്. മുർജിഅ ഗ്രൂപ്പ് പറഞ്ഞു വെച്ചത്, നമുക്ക് എന്ത് കുഴപ്പമായ, അതായത് എന്ത് പാപവും കുറ്റങ്ങളും ചെയ്താൽ പോലും ഒരിക്കലും എന്താവുകയില്ല, അത് നമുക്ക് പ്രശ്നം വരികയില്ല, അത് നമ്മൾ അവസാനം പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസമുണ്ടെങ്കിൽ അതെല്ലാം ശരിയാകും എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് ഈ മുർജിഅ ഗ്രൂപ്പ് മുന്നോട്ട് വെച്ചത്. അതായത് സൽക്കർമ്മത്തെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ടൈറനി, ഏകാധിപത്യവും സപ്രഷനുമുള്ള ഒരു ഭരണകൂടത്തെ അവർ വല്ലാണ്ട് പരിഗണിച്ചിരുന്നില്ല. അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്ന കാഴ്ചപ്പാടും കൂടിയാണ് മുർജിഅയും ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് വെച്ചത് എന്നും കൂടി ചേർത്ത് വായിക്കണം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മുസ്ലിം ലോകത്ത് ശക്തമായ, പ്രത്യേകിച്ച് അബ്ബാസി കാലഘട്ടത്തിൽ മഅ്മൂൻ മുതൽ ഏകദേശം വാസിഖ് വരെയുള്ള കാലഘട്ടത്തിൽ ശക്തമായ ഭരണ സപ്പോർട്ടോടുകൂടി ഇവരുടെ പണ്ഡിതന്മാർ, അതായത് പണ്ഡിതന്മാർ തന്നെ ആയിരുന്നല്ലോ ഇവരിൽ പലരും, പണ്ഡിതന്മാർ ഒരുപാട് ആൾക്കാരെ വധിക്കാൻ ഇവരുടെ അഭിപ്രായങ്ങളുടെ കാരണമായിട്ടുണ്ട്. വിവിധ ഘട്ടത്തിൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിന് ഒരുപാട് ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കാനും കാരണമായിട്ടുണ്ട്. അവസാനം മുത്തവക്കിലിൻ്റെ കാലഘട്ടത്തിലാണ് ഈ മുഅ്തസിലി ചിന്താധാരയ്ക്ക് ശക്തമായൊരു മറുപടി ലഭിക്കുകയും മുത്തവക്കിൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ വാക്ക് അവസാനം ഉൾക്കൊള്ളുകയും അങ്ങനെ അവരുടെ ഭരണതലത്തിലുള്ള സ്വാധീനം നഷ്ടമാവുകയും ചെയ്യുന്നത് അബ്ബാസി ഖലീഫ മുത്തവക്കിലിൻ്റെ കാലഘട്ടത്തിലാണ്.
ഇതിന് ശേഷം കുറച്ച് കാലഘട്ടത്തിൽ നിലനിന്നെങ്കിൽ പോലും പിന്നീട് അഹ്മദ് ഹംബലിൻ്റെയും അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ മദ്ഹബിലെ വിവിധ പണ്ഡിതന്മാരുടെ സ്വാധീനം മുഅ്തസിലികളുടെ പൊതുവായ ഒരു സ്വീകാര്യത ഇല്ലാതാക്കാൻ കാരണമായിട്ടുണ്ട്. നമുക്കറിയാം സമഖ്ശരീനെ പോലുള്ള കശാഫിൻ്റെ മുഫസ്സിറായ അദ്ദേഹവും മുഅ്തസിലി ചിന്താധാരകളെക്കുറിച്ച് സ്വാധീനം ലഭിച്ചിട്ടുണ്ട് എന്നും വേണം കൂടുതൽ കരുതാൻ. ഈ ഒരു സാഹചര്യത്തിലാണ് മറ്റൊരു ഈ മുഅ്തസിലികളെ ശക്തമായി എതിർക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയാണ് അബുൽ ഹസൻ അൽ അഷ്അരി എന്ന് പറയുന്ന 1941 42 മരിച്ച പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ ഈ ഒരു വിഷയത്തിൽ ശക്തമായി മുന്നോട്ട് വരുന്നത്. അതായത് മുഅ്തസിലി തന്നെ പണ്ഡിതനായിരുന്ന ഖാളി അബ്ദുൽ ജബ്ബാറിൻ്റെ ശിഷ്യനായിരുന്നു യഥാർത്ഥത്തിൽ ഈ അബുൽ ഹസൻ അൽ അഷ്അരി. അദ്ദേഹം ആണ് ഇതിനെതിരെ ശക്തമായ ഒരു മറുപടിയായിട്ട് മുന്നോട്ട് വന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും ഒരു ഡിസ്റ്റൻസ് വരുന്നു എന്നത് വെച്ചാൽ, സാധാരണ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വല്ലാണ്ട് സംസാരിക്കാതിരിക്കുന്ന ഒരു സമീപനം അവർക്കുണ്ടായിരുന്നു. അതായത് ഈ വിഷയങ്ങളിലേക്ക് പോവാതിരിക്കുക, അവരുമായി ഇടപെടാതിരിക്കുക എന്ന് പറയുന്ന ചർച്ച. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഒരു വിമോചകൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിഫൻഡർ എന്ന രീതിയിലേക്ക് ചരിത്രം വാഴ്ത്തപ്പെടുന്ന ഒരു വലിയ പണ്ഡിതനായി ഇദ്ദേഹം പൊങ്ങി വന്നത്. സാധാരണ ഹംബലി മദ്ഹബിൻ്റെ രീതി അനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഡിബേറ്റോ ആർഗ്യുമെൻറ്റോ വേണ്ടതില്ല എന്ന് പറയുന്ന കാഴ്ചപ്പാടിനെ തിരുത്തിക്കൊണ്ട് ഇദ്ദേഹം ഡിബേറ്റും ആർഗ്യുമെൻറ്റും അതേപോലെ തന്നെ ഇവരുപയോഗിക്കുന്ന ലോജിക്കിൻ്റെ ടൂൾസും നമുക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളിലും ദൈവതത്വശാസ്ത്രപരമായ കാര്യങ്ങളിലും ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുന്നൊരു വർത്തമാനം ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് അനുവദനീയമാണെന്നാണ് അദ്ദേഹം ഫത്വ പുറപ്പെടുവിച്ചത്. അതുപോലെ തന്നെ റിസാലത്തു ഫി ഇസ്തിഹ്സാനുൽ ഖൗദ് ഫി ഇൽമുൽ കലാം, റിസാലത്തു ഫി ഇസ്തിഹ്സാനുൽ ഖൗദ് ഫി ഇൽമുൽ കലാം എന്ന് പറയുന്ന ഇൽമുൽ കലാമിനെ കുറിച്ചുള്ള ഇടപെടലിൽ സംസാരിക്കുന്ന ട്രീറ്റീസ് എന്ന് പറയുന്ന ഒരു പേരിൽ അദ്ദേഹം ഒരു രചന എഴുതിയിരുന്നു. ഇതുകൊണ്ട് തന്നെ പിന്നീട് ബാക്കിബില്ലെ പോലുള്ള, ഇമാം ജുവൈനിനെ പോലുള്ള, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഇമാം ഗസാലി, ഇമാം റാസിനെ പോലുള്ള നിരവധി പണ്ഡിതന്മാർ ഇസ്ലാമിക ലോകത്ത് അശരി മദ്ഹബിനെ ഫോളോ ചെയ്യുന്നവരായി മാറി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഐഡിയകൾ പ്രധാനമായി നോക്കണം. അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റിക്കലല്ല. അത് കാരണം മറ്റുള്ളവർ പറഞ്ഞത് ഐഡൻറ്റിറ്റിക്കൽ അല്ല എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹം. അതായത് വ്യത്യസ്തമായ സ്വഭാവങ്ങളാണ്, അത് ഓരോരോ രൂപങ്ങളാണ്, ഉപമകളാണ് എന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വേറെ മറ്റൊരു പോയിന്റ് പറഞ്ഞത് ഡിവൈൻ വിൽ, അതായത് അള്ളാഹുവിൻ്റെ വിൽ എന്ന് പറയുന്നത് എല്ലാത്തിനെയും സ്വീകരിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാത്തിലും ഒരു മുൻ തീരുമാനമുണ്ട്. അള്ളാഹുവിൻ്റെ നേരത്തെ തന്നെ ഒരു ഖദർ അത് അവിടെ ഉണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ എല്ലാ നന്മകളും അള്ളാഹുവിൽ നിന്നാണ് എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ തിന്മകളും അള്ളാഹുവിൽ നിന്നാണ് എന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ചു. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് പ്രത്യേകം അദ്ദേഹം എടുത്ത് പറഞ്ഞത്, മനുഷ്യന്മാർ എല്ലാ കാര്യത്തിലും സ്വതന്ത്രരല്ല. അതായത് സ്വതന്ത്രരാണ് എന്ന് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ കാര്യത്തിലും സ്വതന്ത്രരല്ല, അവർക്ക് എല്ലാത്തിലും ഫ്രീ വില്ലില്ല എന്ന് പറയുന്നൊരു കാര്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. എന്നിട്ട് മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ഈ മുഅ്തസിലി ഈ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതായത് ഖവാരിജുകൾ കാഫിറാണ്, ആരെങ്കിലും തെറ്റ് ചെയ്താൽ കാഫിറാണ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ മുഅ്തസിലികൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവന് മനസ്സിലത്തൈനാണ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇമാം അബുൽ ഹസൻ അഷ്അരിയും അദ്ദേഹത്തിൻ്റെ അഷ്അരി ഫിലോസഫിയും അങ്ങനെ കുറ്റം ചെയ്യുന്നവനെ ഫാസിഖ് എന്നാണ് വിശദീകരിച്ചത്. ആ ഒരു പൊസിഷനാണ് അവനുള്ളത് എന്ന് അദ്ദേഹം പറയണത്. അതുപോലെ തന്നെ മുഅ്തസിലികളുടെ മറ്റൊരു ചിന്താധാരയായിരുന്നു, അതായത് തൗബ തന്നെ ചെയ്യണം എന്നാലേ അള്ളാഹു പുറത്തു കൊടുക്കുകയുള്ളൂ എന്ന് അദ്ദേഹം ഈ മുഅ്തസിലികൾ പറഞ്ഞിരുന്നു. ഇവിടെ ഇവർ പറഞ്ഞത് തൗബ ഇല്ലാതെ തന്നെ അള്ളാഹുവിന് പുറത്തു കൊടുക്കുവാൻ കഴിയും, അത് അള്ളാഹുവിൻ്റെ നിയമമാണ്, അള്ളാഹുവിന് പുറത്തു കൊടുക്കാൻ കഴിയുമെന്നാണ് ഇവർ പറഞ്ഞത്. അതുപോലെ തന്നെ മുഅ്തസിലികൾ പറഞ്ഞത് ഷഫാഅത്ത്, ഒരാൾ ഷഫാഅത്ത് ചെയ്യുക, റസൂലിൻ്റെ ഷഫാഅത്ത് അങ്ങനത് ഒന്നില്ല എന്ന് തള്ളിക്കളയാണ് അവർ ചെയ്തത്. എന്നാൽ ഈ അബുൽ ഹസൻ അൽ അഷ്അരി അദ്ദേഹം ഷഫാഅത്ത് അത് നീതിദായകമാണ്, അതായത് നീതീകരിക്കാൻ പറ്റുന്ന
ന്യായീകരിക്കാൻ പറ്റുന്നതാണ് ഷഫാഅത്ത് എന്ന് ഈ അബുൽ ഹസൻ അഷ്അരി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഖുർആനുമായി ബന്ധപ്പെട്ട ഖൽഖുൽ ഖുർആനുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. അതായത് ഖുർആൻ ആദ്യമേ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം. ഇവർ പറഞ്ഞു ഖുർആൻ ഖാദിമാണ്, മുമ്പേ ഉണ്ട്. അതായത് ഖുർആൻ അൽ കലാമുൻ നഫ്സി എന്ന് പറയുന്ന അർത്ഥത്തിലാണ്. അതായത് അതിൻ്റെ ആശയപരമായ അർത്ഥത്തിൽ ഖുർആൻ നേരത്തെ ഉണ്ട്. അൽ കലാമുൽ ലഫ്ലി വാക്കിൻ്റെ അതിൻ്റെ വേർഡ്സ് അടിസ്ഥാനത്തിലുള്ള കലാമല്ല, അതിൻ്റെ ആശയം എന്ന നിലയിൽ അതിൻ്റെ മീനിങ് നേരത്തെ ഉണ്ട്. അത് വേർഡ് എന്നത് പിന്നീടായി വന്നതാണ്. അതായത് കലാം ഖാദിമാണ് എന്ന് പറയുന്ന ഒരു ആശയമാണ് അവർ മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ ഈ എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ ഒരു എയിം വേണമെന്നില്ല. അതായത് ഡിവൈൻ വിസ്ഡം എന്നതിനെക്കുറിച്ച് പറഞ്ഞില്ല, എല്ലാത്തിലും ഒരു അള്ളാഹുവിൻ്റെ ഹിക്മത്ത് ഉണ്ടെന്ന് പറഞ്ഞത്. ഇവർ പറയുന്നത് അതിൻ്റെ ഒരു ആവശ്യമില്ല, അത് പടച്ചവനാണ് തീരുമാനിക്കേണ്ടത് ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നൊരു പോയിൻ്റാണ്. അങ്ങനെ ഒരു നിർണിത രൂപത്തിലേക്കല്ല അവരെത്തുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പോയിൻ്റ് മുഅ്തസിലികൾ പറഞ്ഞത്, അള്ളാഹു ഒരാളെയും അവന് കഴിവിന് ഉപരിയായി ഒന്നും ഏൽപ്പിക്കുകയില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്ന് പറയുമ്പോൾ അതിനങ്ങനെ തന്നെയാണ് വായിക്കേണ്ടത്, ഒത്തുകയില്ല എന്ന് പറയുന്ന വിശദീകരണത്തിലേക്ക് അവർ പോയപ്പോൾ ഇദ്ദേഹം അശരി മദ്ഹബിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹു അവന് ഒരാളെ അങ്ങനെ അവൻ്റെ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരം അവൻ്റെ കഴിവിന് മുകളിലും ഒരാളെ ഏൽപ്പിക്കുവാൻ ഭാരം ചുമത്തുവാൻ കഴിയുന്നവനാണ് എന്ന് പറയുന്ന ഒരു വിശദീകരണവും അബുൽ ഹസൻ അഷ്അരി അദ്ദേഹം വെക്കുന്നുണ്ട്. അതായത് മുഴുവനും അള്ളാഹുവിൻ്റെ കയ്യിലാണ് കഴിവ്. അതിനെ യുക്തി കൊണ്ട് വായിക്കുന്നതിൻ്റെ അപ്പുറം അള്ളാഹുവിൻ്റെ പരമാധികാരത്തെ, ശക്തിയെ മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്ന തരത്തിലുള്ള ചിന്തയിൽ നിന്നാണ് പല പോയിൻ്റുകളും ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അബുൽ ഹസൻ അഷ്അരി ഏകദേശം 100-ലധികം വർക്കുകൾ എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പലതും ഇന്നില്ല. മക്കാലത്തുൽ ഇസ്ലാമീൻ ഇഖ്തിലാഫുൽ മുസല്ലീൻ എന്ന് പറയുന്ന ഒരു വർക്ക് ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇദ്ദേഹം അത് കൂടുതൽ സംസാരിക്കുന്നതാണ്. പിന്നീട് എന്താണ് സംഭവിച്ചത്? 941-ലോ 42-ലോ ആണ് ഇദ്ദേഹം മരിക്കുന്നത്. പിന്നീട് ഈ അഷ്അരി ഫിലോസഫി, അഷ്അരി സ്കൂൾ ഓഫ് തോട്ടിനെ അതിൻ്റെ ഒരു മാറ്റങ്ങൾ വളരെ പ്രകടമാണ് ഇസ്ലാമിക ലോകത്ത്. അതായത് മൗലാന റാസിനെ പോലുള്ള ആൾക്കാർ അതിന് ഫിലോസഫിക്കൽ ടച്ച് നൽകി. ഇമാമുൽ ജുവൈനിനെ പോലുള്ള മദീനയിലെ ഇമാമായിരുന്ന ഇമാമുൽ ജുവൈനിനെ പോലുള്ള അദ്ദേഹം അതിനൊരു കൂടുതൽ വൈജ്ഞാനികമായ ഒരു ഭാവം നൽകാൻ ശ്രമിച്ചു. ഇമാം ഗസാലി അതിനൊരു സൂഫി തസവുഫിൻ്റെ ഒരു മാനം നൽകാൻ ശ്രമിച്ചു. അങ്ങനെ ഈ അഷ്അരി മദ്ഹബ് പിന്നെ മുഖ്യധാര ഫിലോസഫിയുടെ പ്രധാന ഭാഗമായി മാറി എന്നതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇന്ന് ലോകത്തുള്ള 100% പണ്ഡിതന്മാർ ഏകദേശം അഷ്അരി മദ്ഹബാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അഷ്അരി മദ്ഹബ് അഹ്ലുസുന്നത്തിൻ്റെ മദ്ഹബായി പിന്നീട് വിശദീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ സലാഹുദ്ദീൻ അയ്യൂബിനെ പോലുള്ള അദ്ദേഹത്തിൻ്റെ അയ്യൂബി ഭരണകൂടം അഷ്അരി മദ്ഹബ് ഫോളോ ചെയ്തവരായിരുന്നു. സൈഫുദ്ദീൻ ഖുത്സ് പോലുള്ള ആൾക്കാർ, അബ്ദുൽ ഖാദർ ജസായിരി അല്ലെങ്കിൽ സനൂസി പ്രസ്ഥാനത്തിലെ ഉമർ മുഖ്താർ, സൽജൂക്കികൾ തന്നെയായിരുന്ന നിസാമുൽ മുൾക്ക് ഇവരൊക്കെയും ലോകപ്രശസ്തരായ 100% ഭാഗങ്ങളും പ്രത്യേകിച്ച് ഷാഫി മദ്ഹബ് ഏകദേശം ഷാഫി മദ്ഹബിലെ 100% പണ്ഡിതന്മാരും അഷ്അരി സ്കൂൾ ഓഫ് തോട്ടാണ് പിൻപറ്റിയതെന്നും നമുക്ക് ചരിത്രം നോക്കിയാൽ കാണുവാൻ കഴിയും. അതുകൊണ്ട് ഇമാം ഗസാലി ഷാഫി മദ്ഹബായിരുന്നു, അദ്ദേഹം അഷ്അരിയും കൂടിയായിരുന്നു. ഇന്ത്യൻ ഭാഗങ്ങളിലേക്ക്, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കപ്പെട്ട 100% ഇസ്ലാമിക പ്രവർത്തകരും അല്ലെങ്കിൽ പ്രചാരകരും അവർ അഷ്അരി മദ്ഹബിനെ ഫോളോ ചെയ്യുന്നവരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് മാതുരീദിയ എന്ന് പറയുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട സ്കൂൾ ഓഫ് തോട്ട്, ഡയലക്റ്റിക്കൽ സ്കൂൾ ഓഫ് തോട്ട്. അബു മൻസൂർ മുഹമ്മദ് മാതുരീദി എന്ന് വിളിക്കപ്പെടുന്ന 944 മരിച്ച പണ്ഡിതനാണ് അദ്ദേഹം. ഈ സെൻട്രൽ ഏഷ്യൻ ഭാഗത്ത്, ആധുനിക തുർക്കിയിലും സെൻട്രൽ ഏഷ്യൻ ഭാഗത്തും കൂടുതൽ വ്യാപനമുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് ഇത്. ആധുനിക തുർക്കിയുടെ അല്ലെങ്കിൽ തുർക്കിഷ് ഇസ്ലാം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനം എന്ന നിലയിൽ അവർ മുന്നോട്ട് വെക്കുന്നത്
3 ഘടകങ്ങളാണ്. ഒന്ന് അതിൻ്റെ ഹനഫി മദ്ഹബും, മറ്റൊന്ന് മാതുരീദി സ്കൂൾ ഓഫ് തോട്ടും, അതായത് ദൈവതത്വശാസ്ത്രമായ രീതികളും, മറ്റൊന്ന് സൂഫി ഡൈമെൻഷനുമാണ്. അപ്പം ഇതിൽ ഈ സൂഫി ഡൈമെൻഷനിലുള്ള 100% സ്കൂൾ ഓഫ് തോട്ടുകളും, പ്രത്യേകിച്ച് സെൻട്രൽ ഏഷ്യയിൽ നിന്നും തുർക്കിക്കേരിയിൽ നിന്നും വന്ന 100% സ്കൂൾ ഓഫ് തോട്ടുകളും അത് മാതുരീദി ഗ്രൂപ്പിനെ, സ്കൂൾ ഓഫ് തോട്ടിനെ ഫോളോ ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. എന്താണ് മാതുരീദി സ്കൂൾ ഓഫ് തോട്ട് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആശയങ്ങൾ? ഇവർ പ്രധാനമായും മുന്നോട്ട് വെച്ച ഒരു കാര്യം, ഖുർആൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിലാണ് പ്രധാനപ്പെട്ട എല്ലാ ചർച്ചകളും പെടുന്നത്. റീസണിങ് ആവട്ടെ, അതുപോലെ തന്നെ ഫ്രീ ഇൻ്റർപ്രിട്ടേഷൻ ഒന്നും ഖുർആനും ഹദീസും ഉപയോഗിക്കാതെ ചെയ്യാൻ കഴിയുകയില്ല എന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ അൽ മുഹദ്ദിസ് ബിദ്അത്ത്, എല്ലാ പുതിയ കാര്യങ്ങളും ബിദ്അത്ത് ആണ് എന്നതുകൊണ്ട് തന്നെ നബിയും സ്വഹാബികളും സലഫ് സാലിഹ്യങ്ങൾ ചെയ്യാതിരുന്ന കാര്യങ്ങളിൽ റീസണിങ്ങും യുക്തിയൊക്കെ ഉപയോഗിക്കുമ്പോൾ അതും ബിദ്അത്തായും പിന്നെ ളലാലത്തായും മാറുവാൻ കഴിയും എന്ന് പറയുന്നൊരു കാഴ്ചപ്പാട് ആദ്യകാലങ്ങളിൽ മാതുരീദി സ്കൂൾ ഓഫ് തോട്ട് മുന്നോട്ട് വെച്ചിരുന്നു. അതിൻ്റെ ഭാഗമെന്ന നിലയിൽ പിന്നീട് പിൽക്കാലത്ത് അത് ഇതിനെയും കൂടി അങ്ങനെയും ആ കാര്യങ്ങൾ പോലും ലോജിക്കും റീസണിങ്ങും ഉപയോഗിക്കാൻ പറ്റുമെന്ന് പിൽക്കാലത്ത് മാതുരീദികൾ തന്നെ കുറച്ച് വിശാലത കാണിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ കമ്പൾഷൻ്റെയും ഫ്രീ വില്ലിൻ്റെയും കാര്യത്തിൽ അശ്അരി മദ്ഹബിൻ്റെ സമീപനം തന്നെയാണ് ഇവർ ഏകദേശം സ്വീകരിച്ചത്. അതായത് ആദ്യകാലങ്ങളിൽ ഇവർ പറഞ്ഞിരുന്നത് മനുഷ്യന് ഫ്രീഡം, സ്വയം പ്രവർത്തനം ചെയ്യുന്നതിലുള്ള ഫ്രീഡം, ഒരു മിനിമം ഫ്രീഡമെങ്കിലും പടച്ചവൻ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ എന്നാൽ പിന്നീട് എല്ലാ കാര്യങ്ങളിലും മനുഷ്യന് സ്വാതന്ത്ര്യം അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് പറയുന്ന വായനയും ഒരു പിന്നീട് വെച്ചിട്ടുണ്ട്, പിന്നീട് അവർ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആദ്യകാലത്ത് നിന്ന് വ്യത്യസ്തമായി പിന്നീട് മാതുരീദി ഫിലോസഫിയിൽ തന്നെ ഒരു ഇലാസ്റ്റിക് സ്വഭാവം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നന്മ ചെയ്യുന്നവർ പ്രതിഫലം ലഭിക്കുകയും തിന്മ ചെയ്യുന്നവർക്ക് ശിക്ഷ ലഭിക്കുകയും തന്നെ ചെയ്യും എന്ന് പറയുന്നൊരു പൊതുവായ സമീപനമാണ് ഇവർ കൂടുതൽ സ്വീകരിച്ചത്. അതുപോലെ തന്നെ ആർക്കാണ് സാൽവേഷൻ കിട്ടുക എന്ന് പറയുന്നൊരു ചർച്ചയിൽ ഇവർ പറഞ്ഞു, വളരെ സിൻസിയറായ ഒരു മുസ്ലിം, എല്ലാ കാര്യത്തിലെയും അള്ളാഹുവിനെ കറക്റ്റായി ഇടപെടുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു മുസ്ലിമിന് എന്തൊക്കെ തെറ്റ് ചെയ്താൽ പോലും അവന് സ്വർഗത്തിലൊരിടം ലഭിക്കും എന്ന് പറയുന്ന ഒരു പൊസിഷൻ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മാതുരീദി, അത് പൊതുവേ തുർക്കി ഹിസ്റ്റോറിയന്മാർ എടുത്തു പറഞ്ഞ ഒരു പോയിൻ്റാണ്. കാരണം മാതുരീദി സിൽസിലയുടെ ഒരു പ്രത്യേകത അശരി മദ്ഹബിനെ പോലെയും മുഅ്തസിലി മദ്ഹബിനെ പോലെയും സ്കൂൾ ഓഫ് തോട്ടിനെ പോലെയും അത്രയും സങ്കീർണമായ ചിന്ത ആയിരുന്നില്ല മാതുരീദി ഫിലോസഫി മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ലളിതമായി ജനങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുകയും അതിന് ആ ഭാഗങ്ങളിൽ കൂടുതൽ വ്യാപനം കിട്ടുവാനും കാരണമായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഇവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അശരികൾ ഈ പറയുന്ന മാതുരീദികൾ മതപരമായ നേതൃത്വത്തിന് റീസണബിളായ ആർഗ്യുമെൻറ്റുകൾ അവരുടെ വാദങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, പിന്നീട് അവരിലുണ്ടാകുന്ന ഒരു വിശാലതയാണ് റീസണിങ് ആയ ആർഗ്യുമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മതവാദഗതികൾ മുന്നോട്ട് സമർപ്പിക്കാൻ പണ്ഡിതന്മാർക്ക് കഴിയുമെന്ന് പറയുന്ന വായന അവർ മുന്നോട്ട് വെച്ചു. അതുപോലെ തന്നെ ഈ മാതുരീദികളിൽ പിന്നെ ഫിലോസഫിയും സയൻസും, അതായത് ഗ്രീക്ക് ഫിലോസഫി ഇതേപോലുള്ള കാര്യങ്ങൾ ശക്തമായിട്ട് പിന്നീട് വന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച അശരികളൊക്കെ മുന്നോട്ട് വെക്കുന്ന ഈമാൻ യസീദു വ യൻഖുസു എന്നതിന് പകരം ഇവർ മാതുരീദിയിൽ മുന്നോട്ട് വെച്ചത് ആ തഖ്വ യസീദു വ യൻഖുസു എന്ന് പറയുന്ന ചിന്തയാണ്. അതായത് ഒരാളുടെ ഈമാൻ ഉണ്ടാവും, പക്ഷേ അയാളുടെ തഖ്വയ്ക്കാണ് ഏറ്റവും കുറവുണ്ടാവുക. ഈമാൻ എന്ന് പറയുന്ന അദാത്തിയായ കാര്യത്തിനല്ല, പകരം ആ ഈമാനിൽ നിന്നുണ്ടാവേണ്ട വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളുണ്ടല്ലോ, അതിന് പറയുന്ന ആ തഖ്വയ്ക്ക് അവിടെയാണ് എന്ത് പറയുന്നത് മാറ്റങ്ങൾ, ഏറ്റക്കുറവുകൾ ഉണ്ടാവുന്നത് എന്ന് ഇവർ ഇവരുടെ ചിന്താധാരയിൽ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ
ലോകപ്രശസ്തരായ ഒരുപാട് പണ്ഡിതന്മാർ മാതുരീദി ചിന്തയിൽ ഒരുപാട് ആകൃഷ്ടരായിട്ടുണ്ട്. ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂഫി ധാരകളിൽ അറിയപ്പെട്ട 40% പണ്ഡിതന്മാർ മാതുരിദികൾ തന്നെ ആയിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉദാഹരണം 10-ാം നൂറ്റാണ്ടിലും ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ് ഈ വിലായത്തിനെക്കുറിച്ചും. വിലായത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരാണ്. വലി എന്ന് പറയുന്ന പൊസിഷൻ, അതുമായി ബന്ധപ്പെട്ട കാരണങ്ങളും അതുപോലെ തന്നെ സ്വപ്ന വ്യാഖ്യാനങ്ങളെക്കുറിച്ചുമുള്ള നല്ല ശ്രദ്ധേയമായ പഠനങ്ങൾ നടത്തിയ റിസാലകൾ എഴുതിയ അൽ ഹക്കീമു തിർമിദി, അദ്ദേഹം മാതുരിദിയായിരുന്നു. അതുപോലെ തന്നെ അബൂബക്കർ സമർഖന്ദി, തൊഹാവി, ബൈളാവി, അബു മുഅ്മിൻ നസഫി, യൂസുഫ് ഹമദാനി, അതുപോലെ തന്നെ ബഖ്തിയാർ കാക്കി, മൊയിനുദ്ദീൻ ചിഷ്തി, ബാക്കി ബില്ല, സയ്യിദ് അഹമ്മദ് സർഹിന്ദി, ഷാവലിദ് ദഹ്ലവി, അബ്ദുൽ ഹക്ക് മുഹദ്ദിസ് ദഹ്ലവി അടക്കമുള്ള നല്ലൊരു ശതമാനം പണ്ഡിതന്മാരും ഈ പറഞ്ഞ മാതുരീദി ഫിലോസഫിയുടെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരായിരുന്നു. അതിൽ കൂടുതൽ സംഭാവനകൾ അർപ്പിച്ച ആൾക്കാരായിരുന്നു എന്ന് നമുക്ക് ചരിത്രം വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട സംഭവമാണ്. ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്ന ഒരു ചർച്ചയുണ്ട്. എന്താണ് ഇപ്പോൾ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യം? കാരണം സ്വാഭാവികമായും സമാനം ആയത്തുകൾ, മുത്തശാബിഹത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്ന പല ആയത്തുകൾക്കും അതിൻ്റേതായ ഉൾ അർത്ഥങ്ങളുണ്ട്. ബാത്തിനി ഗ്രൂപ്പുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ലോകത്തുണ്ടായ, പക്ഷേ എന്നാൽ അധികം ഫിത്തനകൾ ഉണ്ടാക്കിയ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് എന്നത് ശരിയാണെങ്കിൽ പോലും, ദ്വാഹിരികളായ വിഭാഗങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട് എന്നതൊക്കെ ശരിയാണെങ്കിൽ പോലും, നല്ല ശതമാനം ആയത്തുകളുടെ ഒരു വിശാലമായ ഒരു അർത്ഥവും മനസ്സിലാക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. ഉദാഹരണം, ഇപ്പോൾ സുമ്മസ്തവ അലൽ അർഷ് എന്ന് പറയുന്ന അർത്ഥത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തവ അലൽ അർഷ്, അർഷിലിരുന്നു. അർഷ് എന്ന് വെച്ചാൽ ഒരു ഉയർന്ന സ്ഥാനമുള്ള കസേര എന്നൊക്കെ പറയുന്ന ഒരു മാനം നമ്മൾ കൊടുക്കാറുണ്ട്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മൗലാന മൗദൂദിയുടെ ഇൽമുൽ കലാമുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നോക്കുക. അദ്ദേഹം ഈ ആയത്തിന് അർത്ഥം കൊടുക്കുന്നത് അധികാരത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ അധികാരത്തിൻ്റെ ചെങ്കോൽ കൈലേന്തി എന്ന് പറയുന്ന ഒരാശയമാണ് അദ്ദേഹം കൊടുക്കുന്നത്. അതായത് മുഴുവൻ അധികാരം തന്നിലേക്ക് വന്നു. ഒരാൾ സിംഹാസനസ്ഥന എന്ന് പറയുമ്പോൾ ആ അധികാരത്തിൽ അവരോധിക്കപ്പെട്ടു എന്നുള്ള അർത്ഥമാണല്ലോ ഉണ്ടാകുന്നത്. അതാണ് സുമ്മസ്തവാലൽ അർഷ് എന്ന് പറയുന്ന ആശയത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കൈ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അധികാരത്തിൻ്റെ ആ ഒരു പ്രഭാവം അതിനുണ്ട്. അള്ളാഹു അസീസാണെന്ന് പറയുമ്പോൾ അതിനുണ്ടെന്ന ഒരു പ്രജാധിപതി, പ്രതാപവാൻ എന്ന് പറയുന്ന ഒരു ആശയം, ഒരു അധികാരത്തിൻ്റെ സ്വഭാവം അതിനുണ്ട്. അതുപോലെ തന്നെ മലിക്ക് എന്ന് പറയുന്നതും മാലിക് എന്ന് പറയുന്ന ഒരു രാജാധിപത്യത്തിൻ്റെ സ്വഭാവം അള്ളാഹുവിൽ ആ ഇതിൽ നമുക്ക് കാണുവാൻ കഴിയും. അള്ളാഹുവിൻ്റെ കണ്ണ്, അള്ളാഹുവിൻ്റെ ആ ചെവി, സമയ അല്ലെങ്കിൽ ബസീർ എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ പറയുമ്പോൾ അതിനെ ആ ഒരു സാഹചര്യത്തിന് അനുയോജ്യമായി വിശദീകരിക്കേണ്ടി വരും. അല്ലാതെ അള്ളാഹുവിൻ്റെ കണ്ണുണ്ട്, കാതുണ്ട് എന്ന് പറയുന്ന, കൈയുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് അർത്ഥത്തെ കൊണ്ടുപോകുന്നതിന് പകരം അത് കൊണ്ടർത്ഥമാക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മൗലാന മൗദൂദിയുടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നല്ല വിശദീകരണങ്ങൾ ഇങ്ങനെയുള്ള ആയത്തുകളിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് കാണുവാൻ നമുക്ക് കഴിയുന്നതാണ്. പിന്നെ മറ്റൊന്ന്, ഈ വിവിധ ഗ്രൂപ്പുകളൊക്കെ മുസ്ലിം ലോകത്തുണ്ടായത് അന്നത്തെ വൈജ്ഞാനിക വ്യവഹാരങ്ങളുടെ ഭാഗവും കൂടിയായിരുന്നു എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന മുഅ്തസിലികളെയെല്ലാം അല്ലെങ്കിൽ അശ്അരി മാതുരിദി വിഭാഗങ്ങളെയെല്ലാം നമ്മളുടെ കാഴ്ചപ്പാടിൽ നിന്ന് കണ്ടുകൊണ്ട് അവരെ തള്ളിക്കളയുന്നതിന് പകരം ഒരു കാലഘട്ടത്തിൽ അവരിടപെട്ട വൈജ്ഞാനിക വ്യവഹാരങ്ങളുടെ ഭാഗമായി അവരിലുണ്ടായ വൈജ്ഞാനിക മാറ്റങ്ങളാണ് എന്ന് മനസ്സിലാക്കേണ്ടത് ഒരു അനിവാര്യമാണ്. കാരണം ആധുനികമായ ഫിലോസഫി, പൊളിറ്റിക്കൽ ഫിലോസഫിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇൽമുൽ കലാമുമായി തന്നെ കണക്ട് ചെയ്യപ്പെടുന്നതാണ്. ഉദാഹരണം, നമ്മൾ സ്പിരിച്വൽ ഡെമോക്രസി എന്ന് പറഞ്ഞ പേരിൽ അല്ലാമ ഇഖ്ബാലിൻ്റെ ഫിലോസഫിയുണ്ട്. അതും അള്ളാഹുവിൻ്റെ ഒരു അപ്രമാദത്തെ മുന്നോട്ട് വെക്കുന്ന ഒന്നും കൂടിയാണ്. മൗലാന മൗദൂദിയുടെ ഖുർആൻ ഗിച്ചാർ, ഖുർആൻ്റെ 4 സാങ്കേതിക ശബ്ദങ്ങളെന്ന് പറയുന്ന ആ വർക്കിൽ പോലും റബ്ബ്, ഇലാഹ, ഇബാദത്ത്, ദീൻ എന്ന് പറയുന്ന അർത്ഥങ്ങളെ അദ്ദേഹം കൂടുതൽ ഈ ഒരു തലത്തിലേക്ക് തിയോളജിക്കലായ ദൈവതത്വശാസ്ത്രപരമായ ചർച്ചകളെ ഭൂമിയിലേക്ക്, വിഷയങ്ങളിലേക്ക്, ജനങ്ങളിലേക്ക് പറിച്ചു നടന്ന രീതിയിലേക്കുള്ള വായനകൾ
നടത്തിയതാണ് ഇങ്ങനെയുള്ളൊരു രീതിയിൽ ഒരു നമുക്കിടയിൽ തന്നെ ഒരു വൈജ്ഞാനിക വികാസം ഉണ്ടാവാൻ തന്നെ പ്രധാന കാരണങ്ങളായത് മാറിയത്. അപ്പം ഈ തരത്തിലും കൂടി ഇൽമുൽ കലാം എന്ന് പറയുന്ന ഈ ഒരു ഭാഗങ്ങൾ മാറ്റി നിർത്തപ്പെടേണ്ടതോ ഒരു അവജ്ഞയോടുകൂടി സമീപിക്കേണ്ടതോ ഒന്നും മാത്രമല്ല, ആ പദങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ ടെർമിനോളജിയും ഇൽമുൽ കലാം എന്ന് പറയുന്ന ചർച്ചകളുടെ ആ പ്രശ്നങ്ങൾ മാറ്റി നിർത്തിയാൽ തന്നെ അതും മനുഷ്യൻ്റെ വിഷയങ്ങളിൽ കൂടുതൽ ഇടപെടുന്നതും മനസ്സിലാക്കേണ്ടതുമായ ഇടപെടേണ്ടതുമായ വിഷയമാണ് എന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.